മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയെക്കുറിച്ച് അറിയാത്തവർ ഇപ്പോൾ ചുരുക്കമായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ സിനിമയ്ക്ക് കാരണമായ ആ യഥാർത്ഥ കഥയെക്കുറിച്ചാണ്. അതെ, മഞ്ഞുമ്മലിലെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ യഥാർത്ഥ കഥയിലേക്ക്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും അലൻടെക് വേൾഡ് 9.0 സ്വാഗതം. ഈ കഥ പറയുന്നതിന് മുമ്പ് തന്നെ, യഥാർത്ഥ കഥ പറയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഗുണ കേവ് ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമാണ് ഈ പേര്. പലരും ഇത് എന്താണ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, ഒരു വലിയ ഗുഹയാണ് ഗുണ കേവ് എന്ന് പറയുന്നത്. ഗുഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിൽ ഒരു വലിയ ഗുഹ, പാറപ്പിളർപ്പ്, അത് നേരെ ചെന്നെത്തിക്കുന്ന ഒരു ഗുഹയായിട്ടാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ അതേപോലെ ഒരു ഗുഹയല്ല ഗുണ കേവ് എന്നത്. ഗുണ കേവ് രണ്ട് പാറകളുടെ നടുക്കായിട്ടുള്ള ഒരു വലിയ പിളർപ്പാണ്. ആ ഗുഹ താഴേക്കാണ് പോകുന്നത്. ഈ ഗുഹയുടെ ആഴം, ഗുണ കേവിൻ്റെ ആഴം എത്രയാണെന്ന് ഇതുവരെയും കണക്ക് കൂട്ടിയിട്ടില്ല, അളന്നിട്ടില്ല. ചിലർ പറയുന്നു 600 ആണെന്ന്, 1500 അടിയൊക്കെയാണ് എന്നാണ് ചിലർ പറയുന്നത്. അതിലും മീറ്ററുകളാണെന്നും പലരും പല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതറിയില്ല എന്നതാണൊരു സത്യമെന്ന് പറയുന്നത്. പലരും ഈ കേവിൽ, ഈ ഒരു വലിയ ഗുഹയിൽ, ഈ ആഴമുള്ള ഗുഹയിൽ അകപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഗുഹയുടെ യഥാർത്ഥ പേര് ഡെവിൾ കിച്ചൺ എന്നാണ്, അതായത് ചെകുത്താൻ്റെ അടുക്കള. ഗുണ എന്ന സിനിമ വന്നതോടുകൂടി, കമലഹാസൻ്റെ ഗുണ എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിലെ പാട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ആ സിനിമയിലെ പേരാണ് ഈ ഗുഹയ്ക്ക്. ആ സിനിമ ഷൂട്ട് ചെയ്തത് ആ ഗുഹയിലാണ്. ആ സിനിമയിലൊരു പാട്ട് ആ ഗുഹയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഗുഹയുടെ പേര് ഗുണ കേവ് എന്നായി. ഇനി നമുക്ക് ആ കഥയിലേക്ക് തന്നെ കിടക്കാം. ഗുണ കേവിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ഗുണ കേവിൽ അകപ്പെട്ടവരാരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. എന്നാൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള മഞ്ഞുമ്മൽ ബോയ്സ്, നമ്മുടെ സുഭാഷ് തന്നെ. അപ്പോൾ നമ്മൾ ആ കഥയിലേക്കാണ് കിടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൊടൈക്കനാൽ അറിയാം, മലയാളികൾക്ക് സുപരിചിതമാണ്. ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൊടൈക്കനാലിൽ ടൂർ പോവും. അതേപോലെ ആയിരുന്നു മഞ്ഞുമ്മലിലുള്ള മഞ്ഞുമ്മൽ ബോയ്സും ടൂർ പോയിരുന്നത്. കൊടൈക്കനാലിൻ്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കാനായി. എന്നാൽ അവർ കൊടൈക്കനാലൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഗുണ കേവിലേക്ക്, കമലഹാസൻ്റെ ഗുണ എന്ന സിനിമയിലെ ആ പാട്ട് ഷൂട്ട് ചെയ്ത ഗുണ കേവ് എന്ന ആ കേവിലേക്ക് പോവാൻ ആഗ്രഹിച്ചു. അവർ അങ്ങോട്ട് പോയി. ആരുമില്ല. ആ ഗുഹയുടെ ഏറ്റവും ഒരു പാറ പിളർപ്പാണ് അത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങോട്ടൊന്നും ആരും പോവാറില്ല. ആ സാഹസയാത്ര അവർ ചെയ്തു. ആ കൂട്ടുകാരെല്ലാവരും കൂടി ഗുണ കേവിലേക്ക് പോയി. വലിഞ്ഞു പിടിച്ച് ഓരോ ചില്ലകളിലും വലിഞ്ഞു പിടിച്ച് അവിടെ പായലൊക്കെ ഉണ്ടായിരുന്നു. പാറകളിൽ പായലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അഥവാ തന്നെ പോയാൽ താഴെ വീണ് തല ഇടിച്ച് സ്പോട്ടിൽ തന്നെ മരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ സൂക്ഷിച്ച് താഴെ ഇറങ്ങി. അവർക്ക് മേളിലേക്ക് കയറാൻ പ്രയാസമാണെന്ന് അവർ താഴെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇറങ്ങുന്നത്ര എളുപ്പമല്ല മണ്ടയിലോട്ട് കയറുന്നത്. അപ്പോൾ അവർ കുഴപ്പമില്ല, കയറാമെന്നൊക്കെ വിചാരിച്ചു. സാധാ രീതിയിൽ അവർ പാറയിലൂടെ, അതിനകത്താണല്ലോ ഇപ്പോൾ അവർ പാറയിലൂടെ നടന്നു. അവർ അവസാനം ഗുണ എന്ന സിനിമ എടുത്ത ആ സ്ഥലവും കണ്ടു. പിന്നെയായിരുന്നു ആ അപകടകരമായ അലർച്ച അവർ കേട്ടത്, സുഭാഷിൻ്റെ അലർച്ച. അവർ ആദ്യം അത് കാര്യമാക്കി എടുത്തില്ല. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് സുഭാഷ് ഗുണ കേവിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്ന്. അവർ പെട്ടെന്ന് തന്നെ പോലീസിനും ഫയർഫോഴ്സിനും വിവരമറിയിച്ചു. എന്നാൽ പോലീസും ഫയർഫോഴ്സും പറഞ്ഞിരുന്നത് അവരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഈ ഗുണ കേവിൽ അകപ്പെട്ടവരാരും ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അവരെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മന്ത്രിയുടെ മകൻ ഈ ഗുണ കേവിൽ വീണു. മന്ത്രി 20 ലക്ഷം രൂപ ആ മകനെ രക്ഷിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പോലും ആരും അങ്ങോട്ട് പോയിട്ടില്ല. ആ മകനും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ 12ഓളം ആൾക്കാർ ഗുണ കേവിൽ വീണിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നാട്ടുകാരൊക്കെ പറയുന്നത് 50ലേറെ ആൾക്കാർ വീണിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ
കൂട്ടുകാർ പതറിപ്പോയി. എന്നാൽ അവരുടെ ആ സൗഹൃദത്തിൻ്റെ ബന്ധം അപ്പോഴാണ് എല്ലാവരും തിരിച്ചറിയുന്നത്. കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങളുടെ കയറെടുക്ക്, എന്നെ ആ കയറിലേക്ക് കെട്ടിയിട്ട് താഴോട്ടിട്ടാൽ മതി, ഞാൻ അവനെ എടുത്തുകൊള്ളാം എന്നൊക്കെ ആ കൂട്ടുകാരൻ പറഞ്ഞു. എന്നാൽ അതിന് അവർ അനുവദിച്ചില്ല. ഒടുവിൽ അവർക്ക് അതിന് അനുവദിക്കേണ്ടി വന്നു, നിർബന്ധം കാരണം. അങ്ങനെ ആ കൂട്ടുകാരൻ കയറ് കെട്ടിക്കൊണ്ട് ആ ഫയർഫോഴ്സിൻ്റെ ആ വള്ളി കെട്ടിക്കൊണ്ട് ഗുണ കേവ് എന്ന അപകടം നിറഞ്ഞ ആ ഗുഹയുടെ ആ പിളർപ്പിലേക്ക് ഏറ്റവും ആഴങ്ങളിലേക്ക് ചെന്നു. അവിടെ ഭാഗ്യം കൊണ്ട് ആ കൂട്ടുകാരൻ, ഗുഹയുടെ അകത്തേക്ക് വീണ കൂട്ടുകാരൻ ഒരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. ഇത് ഒരു ചരിത്രമായിരുന്നു. തമിഴ്നാട് വാർത്തകളിൽ ഇത് വലിയ ഹെഡ്ലൈനോടുകൂടി വന്നു. ആ കൂട്ടുകാരൻ്റെ സ്നേഹത്തിൻ്റെ കഥ. അതെ, സുഭാഷ് രക്ഷപ്പെട്ടിരിക്കുന്നു. രക്ഷിച്ചതാവട്ടെ കുട്ടേട്ടനും. അപ്പോൾ ഇതാണ് യഥാർത്ഥ കഥ. സിനിമയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സിനിമയുടെ ആസ്വാദനത്തിന് ആ മാറ്റങ്ങൾ ആവശ്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും, ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Hey there. Subscribe to my channel. And also press this bell icon.